ഹലോ കൂട്ടുകാരെ, ചിക്കൻ കറി നോക്കിയാലോ. കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇട്ട് നല്ലപോലെ തിരുമ്മി വെക്കുക കേട്ടോ. പിന്നെ പാനിലേക്ക് എണ്ണയൊഴിച്ച് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് വറക്കാനാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, സാധാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. തിരിച്ചും മറിച്ചിട്ടും ഒന്ന് ഫ്രൈ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആ വറുത്ത ചിക്കൻ കോരി മാറ്റി വെക്കുക. പിന്നെ അതേ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പിന്നെ അരിഞ്ഞു വെച്ച സബോളയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് വീണ്ടും വഴറ്റുക. നല്ലപോലെ വഴറ്റിയ ശേഷം നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റുക. ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇട്ട് നല്ലപോലെ വഴറ്റുക കേട്ടോ. നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മളൊരു ഹാഫ് ഉരുളക്കിഴങ്ങ് ഇടുക. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ആവശ്യത്തിന് ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കനും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഓൾറെഡി വെന്തതാണ്, നമുക്ക് ചാറ് അനുസരിച്ചിട്ട് നമുക്ക് വറ്റിക്കാം കേട്ടോ. പിന്നെ ആ ഇട്ട ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്താൽ കൊഴുപ്പും ഉണ്ടാകും. മല്ലിയിലയും കരിവേപ്പിലയും കുരുമുളകും ഗരം മസാലയും കൂടെ തൂവിയാൽ നമ്മുടെ ചിക്കൻ റെഡി ആട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ.